തിരുവനന്തപുരത്തെ നേമത്തെ ശാന്തിവിളയിലാണ് ശ്യാമും ലേഖയും താമസിച്ചിരുന്നത്. ഇവർക്ക് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ശ്യാമിന് തട്ടുതറപ്പിൻ്റെ പണിയാണ്. ലേഖയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഈ ശ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്യാമിന് അച്ഛനും അമ്മയും ഇല്ല, വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയതാണ്. ആകെയുള്ളതെന്ന് പറയാൻ ഒരു മൂത്ത സഹോദരി മാത്രമാണ്. സഹോദരിയുടെ പേര് ഗീത. കുറച്ചപ്പുറത്തായിട്ട് തന്നെയാണ് ഗീത ഭർത്താവും കുട്ടികൾക്കുമായിട്ട് താമസിക്കുന്നത്. ശ്യാമിൻ്റെ പേരിലാണ് കുടുംബ വീട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ശ്യാമും ലേഖയും ആ വീട്ടിൽ തന്നെയാണ് താമസം. ലേഖയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ശ്യാമിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സഹോദരി ഗീതയാണ്. സഹോദരനൊരു കുടുംബമായപ്പോഴാണ് ഗീതയ്ക്കൊരു സമാധാനമായത്. അങ്ങനെ ശ്യാമും ലേഖയും അവരുടെ ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായില്ല. ഇത് ഇവർക്ക് വല്ലാത്തൊരു വിഷമമായി മാറി. പല ചികിത്സകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഓരോ ചോദ്യങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കൂടി ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാകെ തളർന്നുപോയി. ഭാഗ്യം പോലെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് ബലമുണ്ടാവുകയാണ്. ലേഖ ഗർഭിണിയായി. ശ്യാമിനും ഗീതയ്ക്കൊക്കെ അളവറ്റ സന്തോഷമാണ്. എന്നാൽ ആ സന്തോഷം കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരുന്നു. ലേഖയ്ക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. ആ സംഭവം ശ്യാമിനെയും ലേഖയും വല്ലാതെ തളർത്തി. അങ്ങനെ ഇരിക്കെയാണ് മാസങ്ങൾക്ക് ശേഷം ലേഖ വീണ്ടും ഗർഭിണിയാവുന്നത്. നഷ്ടപ്പെട്ട സന്തോഷം ഇവരുടെ ജീവിതത്തിൽ വീണ്ടും എത്തി. അങ്ങനെ ലേഖ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ആശുപത്രിയിൽ വച്ച് തന്നെ ആ കുഞ്ഞ് പല ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണപ്പെട്ടു. ആ സങ്കടത്തിൽ ജീവിതം തള്ളിക്കൊണ്ടു പോവുകയാണ്. 1 വർഷത്തിന് ശേഷം ലേഖ വീണ്ടും ഗർഭിണിയാകുന്നതും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും. ആ കുട്ടിയും ആശുപത്രിയിൽ വച്ച് തന്നെ മരണപ്പെട്ടു. ഈ 2 കുഞ്ഞുങ്ങളുടെയും ബോഡി ആശുപത്രിക്കാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. വീണ്ടും ലേഖയും ശ്യാമും ഒരു കുഞ്ഞിനെ ജീവനോടെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ലേഖ 3ാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. നിർഭാഗ്യവശാൽ ഇത്തവണയും പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇവർക്ക് എന്തോ ശാപം കിട്ടിയിട്ടാണ് ഈ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോകുന്നതെന്ന്. ഇത്തവണ കുഞ്ഞിൻ്റെ ബോഡി ആശുപത്രിയിൽ ഉപേക്ഷിക്കാതെ ലേഖയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വീട്ടിലേക്ക് തന്നെ ശ്യാമും ബന്ധുക്കളും കൊണ്ടുപോയി. എന്തൊക്കെയോ ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് എന്ന് എല്ലാവർക്കും ഒരു തോന്നലുള്ളിലുണ്ട്. പിന്നെ ശ്യാമിനെയും ലേഖയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിൻ്റെ ഒരു പ്രസൻസ് തങ്ങളിൽ കിട്ടുമെന്നും കൂടെ കരുതിയിട്ട് അവർ അവരുടെ ബെഡ്റൂമിൻ്റെ തറയിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ബോഡി അടക്കം ചെയ്യുകയാണ്. ഒടുവിൽ 4ാമത് ലേഖയ്ക്കൊരു കുഞ്ഞുണ്ടാവുകയാണ്. ഒരു സുന്ദരി പെൺകുഞ്ഞ്. ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഈ ദമ്പതികൾക്ക് കിട്ടി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആ കുടുംബത്തിൽ വന്നത്. ആ കുഞ്ഞിൻ്റെ പേരാണ് അഹല്യ. അഹല്യ വളരെ ഒരു മിടുക്കി കുട്ടിയായിരുന്നു. അഹല്യയ്ക്ക് 8 വയസ്സായപ്പോൾ ലേഖ വീണ്ടും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അഹല്യയ്ക്ക് 9 വയസ്സാണ്. അഹല്യയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെയേറെ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. പടം വരയ്ക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പഠിക്കാനും ഒക്കെ ബഹുമിടുക്കിയാണ് അവൾ. എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടെയാണ് അഹല്യ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രായത്തിൽ ഇത്രയും കഴിവുകളുള്ള കുട്ടിയെ സ്കൂളിൽ ഇല്ലെന്നാണ് സ്കൂളുകാർ ഉൾപ്പെടെ പറയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയെ ടീച്ചർമാർക്കൊക്കെ വളരെ പ്രതീക്ഷയാണ്. നെയ്യാറ്റിൻകര ഗവൺമെൻറ് UP സ്കൂളിലാണ് അഹല്യ പഠിക്കുന്നത്. ഈ 9 വയസ്സുള്ള കുട്ടി യൂട്യൂബിലും മറ്റും റീൽസൊക്കെ ചെയ്തിരുന്നു. അത്രയ്ക്ക് സ്മാർട്ടാണ് അവൾ. ലേഖയ്ക്ക് ശ്യാമിനും അഹല്യയുടെ ഈ കഴിവുകൾ കാണുമ്പോൾ അഭിമാനവും സന്തോഷവുമാണ്. മാമിയായ ഗീതയെന്ന് വെച്ചാൽ ഈ അഹല്യയ്ക്ക് ജീവനാണ്. അഹല്യയ്ക്ക് താഴെ ഉണ്ടായ കുട്ടി ഒരു ആൺകുഞ്ഞാണ്. 2ാമത്തെ കുട്ടി ജനിച്ചതോടെ ലേഖ അഹല്യയുടെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി. സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനുമൊക്കെ ലേഖ ഇങ്ങനെ ശീലിപ്പിക്കുകയാണ്. കുട്ടിയായതുകൊണ്ട് തന്നെ പലപ്പോഴും അഹല്യയ്ക്ക് അമ്മയുടെ ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം പലപ്പോഴും താങ്ങാനായില്ല. അത് കൂടി വന്നതോടെ അഹല്യ പലപ്പോഴും ശ്യാമിനോടും ഗീതയോടും അമ്മയുടെ സ്നേഹക്കുറവിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു. അതായത് അനിയൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് തന്നോട് സ്നേഹമില്ല, അമ്മ തന്നെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു, വഴക്ക് പറയുന്നു, ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ഇളയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടികൾ പറയുന്ന പരിഭവങ്ങളെല്ലാം അഹല്യ പറഞ്ഞുകൊണ്ടിരുന്നു.
ലേഖയോട് ശ്യാമും ഗീതയും പലതവണ ഉപദേശിച്ചെങ്കിലും ലേഖ പറഞ്ഞത് അവളോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തുന്നത്. അവൾ ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. അവളെ ഇങ്ങനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത ശേഷം അവളെ പിന്നീട് കെട്ടിപ്പിടിച്ച് ഉമ്മമ്മൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടേ ഉറക്കുകയുള്ളൂ. കാരണം ലേഖയ്ക്ക് അറിയാം അത് അവൾക്ക് നല്ല വിഷമം ഉള്ളിൽ കിടക്കുമെന്നും. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അകല്യയുടെ മനസ്സിലെ വിഷമമൊക്കെ ആ അമ്മയുടെ ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ഇതിങ്ങനെ മിക്ക ദിവസവും ആ വീട്ടിലെ ഒരു പതിവ് പരിപാടിയായി മാറി. കാര്യം കേൾക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അകല്യ അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയാലും വഴക്ക് വാങ്ങിയാലും അതിനുശേഷം മുറ്റത്തൊക്കെ ഇറങ്ങി വഴി പോകുന്നവരോട് ചിരിക്കുകയും കുശലം പറയുകയും ഒക്കെ ചെയ്യും. അകല്യയുടെ ഒരു പ്രത്യേകതയും അതാണ്. വഴിയെ പോകുന്നവരോടൊക്കെ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടായിരുന്നു എന്നാണ് അയൽപക്കക്കാർ ഉൾപ്പെടെ പറയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ അകല്യയെ അയൽപക്കക്കാർക്കും വളരെ ഇഷ്ടമാണ്. അകല്യയ്ക്ക് സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇളയ കുഞ്ഞിനെ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് ലേഖ അടുക്കളയിൽ തൻ്റെ ജോലികളൊക്കെ ചെയ്തിരുന്നത്. ഇളയ കുഞ്ഞ് ഒരുവിധം നടന്നു തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് വീഴാതെയൊക്കെ ശ്രദ്ധിക്കാൻ എപ്പോഴും ലേഖ ഏൽപ്പിക്കുന്നതും അകല്യെ തന്നെയാണ്. കുഞ്ഞ് കരയുകയോ വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ അടി അകല്യയ്ക്ക് ഉറപ്പുമായിരുന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അകല്യ മാമിയായ ഗീതയോട് ഒരു മുട്ട പൊരിച്ചു തരാൻ പറയുന്നത്. ലേഖയും ശ്യാമും അവിടെ ഇല്ലാത്തതിനാൽ ഗീത അകല്യയ്ക്ക് കൂട്ടിന് ആ വീട്ടിൽ വന്നതാണ്. മുട്ട പൊരിക്കാനായിട്ട് ഗീത അടുക്കളയിൽ പോകുന്ന നേരം അകല്യ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മുട്ട പൊരിച്ചതുമായി ഗീത അകല്യയെ വിളിക്കാൻ വന്നപ്പോഴാണ് മുറി ഇങ്ങനെ വാതിൽ ചാരിയിട്ടിരിക്കുന്നത്. അകത്തു നിന്നും ഒരു അമർന്ന ശബ്ദവും ഗീത കേൾക്കുകയാണ്. ഗീത പെട്ടെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കി. അവർ അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് ഗീത അവിടെ കണ്ട ആ കാഴ്ച? പിന്നീട് എന്താണ് ഉണ്ടായത്? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു ഷീജ ക്രൈം ത്രില്ലർ സീരീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2025 ജൂൺ 6 തീയതി രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ലേഖയ്ക്ക് ഒരു പനിക്കോളും. തീരെ വയ്യ. ശ്യാം ഗീതയോട് ലേഖയ്ക്ക് വയ്യ എന്ന് വിളിച്ചു പറയുകയാണ്. ഗീത അപ്പോൾ തന്നെ അവിടെ വന്നു. ലേഖയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഗീതയെ ലേഖയെയും മക്കളെ ഏൽപ്പിച്ച് ശ്യാം ജോലിക്കും പോയി. അയാൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ലേഖയോട് ആശുപത്രിയിൽ പോകണമെന്ന് ചോദിച്ചെങ്കിലും ലേഖ പറഞ്ഞത് മരുന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാകുമെന്നാണ്. ശ്യാം പോയതിന് പിന്നെ ഗീത ആഹാരമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോഴും അകല്യ അമ്മയ്ക്കരികിൽ തന്നെയുണ്ട്. ഇളയ കുഞ്ഞ് നല്ല ഉറക്കത്തിലും. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ലേഖയ്ക്ക് അസുഖത്തിന് ഒരു ആശ്വാസവും കിട്ടുന്നില്ല എന്ന് തോന്നി. ഒടുവിൽ ലേഖ ശ്യാമിനെ വിളിച്ചു വരുത്താൻ ഗീതയോട് പറഞ്ഞു. ഗീത ശ്യാമിനെ വിളിച്ച് ലേഖയ്ക്ക് തീരെ സുഖമില്ല എന്നും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും പറയുന്നു. എന്നാൽ ശ്യാം ജോലി തിരക്ക് കാരണം ഗീതയോട് ലേഖയെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ കുട്ടികൾ രണ്ടും ഉള്ളതിനാൽ ഗീത പറയുകയാണ്, ഞാൻ കുട്ടികളെ നോക്കി ഇവിടെ ഇരിക്കാം, നീ അവളെയും കൊണ്ട് പൊയ്ക്കോ എന്ന്. ശ്യാമിനും അത് ശരിയാണെന്ന് തോന്നി. അല്പസമയം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് അകല്യ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇളയ കുട്ടിയും ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അകല്യയുടെ പാട്ടും കളിയും ചിരിയും കാരണമാണ് കുഞ്ഞ് എഴുന്നേറ്റത് എന്ന് പറഞ്ഞ് ലേഖ അവളെ അതിനും ശകാരിച്ചു. ഇതൊന്നും അകല്യ ശ്രദ്ധിക്കുന്നേയില്ല. ഫോണിൽ എന്നിട്ട് അവൾ റീൽസൊക്കെ എടുക്കുന്ന ബഹളത്തിലാണ്. ഈ അവസരത്തിൽ റീൽ എടുക്കുന്ന ബഹളം കൂടി കേട്ടതോടെ ലേഖയുടെ കൺട്രോൾ പോയി. അവൾ അകല്യയെ കണക്കിന് ശകാരിക്കുകയും ഒരടിയൊക്കെ കൊടുക്കുകയും ചെയ്തു. അകല്യ കരയാൻ തുടങ്ങി. അടക്കി ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് ലേഖ മുറിയിൽ കിടന്ന തുണികളെല്ലാം ഭംഗിയായിട്ട് മടക്കി വെക്കാനുള്ള ജോലി കൊടുത്തു. അമ്മ പറഞ്ഞത് അനുസരിക്കുകയാണ് അകല്യ പിന്നെയും ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അടിയും വഴക്കും ഒക്കെ കിട്ടുമെന്ന് അവൾക്കറിയാം. അങ്ങനെ അകല്യ അമ്മ പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്യാം വരുന്നത്. ശ്യാം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ മറ്റൊരു സംഭവം അവിടെ ഉണ്ടായി. ഇളയ കുട്ടി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കുട്ടി വീഴും, പെട്ടെന്ന് ചെന്ന് പിടിക്കുകയെന്ന് ലേഖ അകല്യയോട് പറഞ്ഞു. എന്നാൽ അകല്യയും കുട്ടിയാണെന്ന് ലേഖ ചിന്തിക്കുന്നില്ല. ഒരു മുതിർന്ന ആളോട് പറയും പോലെയാണ് ലേഖ പറഞ്ഞത്.
ഇത് കേട്ട അകല്യ ആ കുഞ്ഞിൻ്റെ പിന്നാലെ ചെല്ലുന്നതിന് മുന്നേ അത് മുറ്റത്തേക്ക് തെറിച്ചു വീണു. ഇത് കണ്ട ലേഖയും ഗീതയും അകല്യയും പേടിച്ചുപോയി. നിസ്സാര വീഴ്ച ആയതിനാൽ കുട്ടിക്ക് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ലേഖയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അകല്യയുടെ ആ ഒരു ശ്രദ്ധക്കുറവ്, കൃത്യസമയത്ത് പിന്നാലെ പോയി പിടിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ആപത്തുണ്ടായത് എന്ന് പറഞ്ഞ് ലേഖ അകല്യയെ അടിക്കുകയും വഴക്കു പറയുകയൊക്കെ ചെയ്തു. സാധാരണ ചെയ്യുന്ന പോലെ ലേഖ കുറച്ച് കഴിഞ്ഞ് അകല്യയെ സമാധാനിപ്പിക്കാനൊന്നും പോയതുമില്ല. ഈ സംഭവം കഴിഞ്ഞപ്പോഴാണ് ശ്യാം അവിടെ എത്തുന്നത്, ആശുപത്രിയിൽ പോകാൻ വേണ്ടി. ശ്യാം വന്നപ്പോഴേ ലേഖയും ഗീതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്യാമും അകല്യയുടെ അടുത്ത് ഒന്നും ചോദിക്കാനോ ഒന്നിനും പോയതുമില്ല. ഈ സമയത്ത് അകല്യ കരച്ചിലൊക്കെ അവസാനിപ്പിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. വഴി പോകുന്നവരെ കണ്ട് ചിരിക്കുന്നുമുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലേഖ ശ്യാമിനൊപ്പം ആശുപത്രിയിൽ പോകാനായിട്ട് ഇറങ്ങി. അന്നേരം ഇളയ കുട്ടിയെ അവൾ കയ്യിലെടുക്കുകയാണ്. പോകുന്ന വഴി ലേഖയുടെ വീട്ടിൽ കയറി അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാനായിരുന്നു ഇവരുടെ പ്ലാൻ. ശ്യാമും ലേഖയും ആശുപത്രിയിൽ പോകാൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അകല്യ അവിടെ നിൽക്കുന്നത് കണ്ട് ലേഖ ബാക്കി തുണികളെല്ലാം പെട്ടെന്ന് പോയി മടക്കി വയ്ക്കാനും എൻ്റെ തുണികൾ ഒരെണ്ണം പോലും നീ തൊട്ടുപോകരുതെന്നും ആ പാവം കുട്ടിയോട് ഇത്തിരി കനത്തിൽ തന്നെ പറഞ്ഞു. അമ്മ അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോകുന്നത് കണ്ട് അകല്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം അകത്തു പോയി തുണികൾ മടക്കി വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഗീത ചോറുണ്ണാൻ അകല്യയെ വിളിക്കുന്നത്. മാമിയോട് വളരെ ഹാപ്പി ആയിട്ട് എനിക്കൊരു മുട്ട പൊരിച്ച് തരുമോ എന്ന് അകല്യ ചോദിച്ചു. മുട്ട പൊരിക്കാനായിട്ട് ഗീത പോകുന്ന നേരത്തും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന അകല്യയും കണ്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത്. മുട്ടയും പൊരിച്ച് വന്നപ്പോൾ മുറിയുടെ വാതിലിങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല അതിനകത്തു നിന്നും ഇങ്ങനെ അമറുന്ന പോലത്തെ ശബ്ദവും കേട്ടു. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു നോക്കിയ അവർ കാണുന്നത് ജനാലയിലെ കമ്പിയിൽ ശ്യാമിൻ്റെ ഒരു കഴുത്തിൽ കുരുക്കിയ നിലയിൽ അകല്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഗീത അലറി വിളിച്ച് ആ കുരുക്ക് മാറ്റാൻ നോക്കിയെങ്കിലും അതത്ര എളുപ്പത്തിൽ അഴിച്ചു മാറ്റാൻ പറ്റുന്നൊരു കെട്ടായിരുന്നില്ല. ഒരു ഇരട്ട കെട്ടാണ് ആ കൈലി കൊണ്ട് കഴുത്തിലിട്ടിരുന്നത്. എന്നാലും അവർ ആ കെട്ട് പല്ലുകൊണ്ട് കടിച്ചു മുറിച്ച് അഴിച്ചെടുത്തു അകല്യയെ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ അകല്യയ്ക്ക് ഒരു അരപ്പകുതി ജീവനൊക്കെ ഉണ്ടായിരുന്നു. അകല്യയും കൊണ്ട് നാട്ടുകാരും ഗീതയും കൂടെ ആശുപത്രിയിലേക്ക് ഓടിയെങ്കിലും ആ കുരുന്ന് ജീവൻ രക്ഷിക്കാനായില്ല. നേമം പോലീസ് സംഭവ സ്ഥലത്തെത്തി. പോലീസ് ഇതിൽ പറയുന്നത് സാധാരണ ഒരു വലിയ ആൾ ഇടുന്ന പോലത്തെക്കാളും സ്ട്രോങ് കെട്ടാണ് അകല്യ കഴുത്തിലിട്ടിരുന്നതെന്നാണ്. സംഭവത്തെപ്പറ്റി അച്ഛൻ ശ്യാം പോലീസിനോട് പറഞ്ഞത് ഫേസ്ബുക്കും ഇങ്ങനെ യൂട്യൂബും ഒക്കെ കണ്ട് മാമിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് അബദ്ധമായി പോയതായിരിക്കാം എന്നാണ്. എന്നാൽ അമ്മ ലേഖ പോലീസിനോട് പറഞ്ഞത് അടിയും വഴക്കും കൊടുത്ത ശേഷം പതിവ് പോലെ ഞാൻ അവളെ കൊഞ്ചിക്കാനോ ഉമ്മം കൊടുക്കാനോ പോകാത്തത് അവൾക്ക് ഫീലായിട്ടായിരിക്കും അവൾ ഈ കടുങ്കൈ ചെയ്തത് എന്നാണ്. എന്നാൽ അകല്യയെ കണ്ട അയൽപക്കക്കാർ പോലീസിനോട് പറഞ്ഞത് തിരിച്ചായിരുന്നു. കുറച്ചു മുൻപും കൂടി നല്ല സന്തോഷത്തെ ചിരിച്ച് വർത്തമാനം പറഞ്ഞു നിന്ന കുട്ടി ഇങ്ങനൊരു ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നാണ്. മാത്രമല്ല മിക്ക ദിവസവും ആ കുട്ടിക്ക് ആ വീട്ടിൽ അടിയും വഴക്കും കിട്ടുമായിരുന്നു എന്നും അവർ പറയുകയാണ്. അകല്യയുടെ ബോഡി ഓട്ടോപ്സി ചെയ്തതിലും കഴുത്ത് മുറുക്കി തന്നെയാണ് മരിച്ചതെന്ന് പറയുന്നു. പത്രത്തിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ശകാരിച്ചതിനെ തുടർന്ന് 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്ന ഒരു രീതിയിലാണ്. അന്നാട്ടിലെ ആൾക്കാരെല്ലാം ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് കൊലപാതകമാണെന്നുമാണ് അവകാശപ്പെടുന്നത്. ഒരു തുടരന്വേഷണത്തിനും നാട്ടുകാരെല്ലാവരും പറഞ്ഞു. പോലീസിനും അതിൽ തന്നെയാണ് സംശയം. കാരണം വെറും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടല്ല അകല്യയുടെ കഴുത്തിലുള്ളത്. മൃഗങ്ങളുടെ കാലൊക്കെ പിടിച്ച് കെട്ടുന്ന പോലത്തെ ഒരു വല്ലാത്ത കടും കെട്ടായിരുന്നു അത്. മാത്രവുമല്ല ഒരു 9 വയസ്സുകാരിക്ക് ഇത്രയും സോഷ്യൽ മീഡിയ വഴി സെർച്ച് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് കുരുക്കിട്ട് മരിക്കാൻ പറ്റുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾക്ക് ഉത്തരം ഇനിയും കിട്ടാനുണ്ട്. അതും ഇത്ര സ്മാർട്ടായ കുറച്ച് മുമ്പും കൂടി ഹാപ്പിയായിട്ട് നിന്ന പെൺകുട്ടി മിനിറ്റുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും വിശ്വസിക്കാനും പറ്റത്തില്ല. എന്തായാലും ഇങ്ങനൊരു സാഹസം ചെയ്തു എന്നത് പോലീസിനും നാട്ടുകാർക്കും ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. ഈ കേസിൽ ഇതുവരെയും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് കഷ്ടം. ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.